ഞാൻ വിചാരിച്ചാൽ എനിക്കൊരു മെത്തേഡ് ആക്ടർ ആവാം. ഞാൻ ആക്ടർ ആവാം. എന്തോ വേണ്ടേ? ഈ മുട്ടാലങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം മതിയുടെ എനിക്ക് ഈ കാല്. ഇയാൾക്ക് അവിടെ വീണ്ടും ജയിലിൽ പോയി കിടക്കണമെന്നുണ്ടോ? അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. കണ്ടിട്ടില്ലേ ജയിലിൽ കൊണ്ടുവരല്ലേട്ടാ, ജയിലിലോട്ട് ആക്ടിക്കായ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എന്താ എന്റെ ഉദ്ദേശം? അവിടെ എന്താണ് ഇതൊക്കെ പഠിച്ചു, ചവിട്ട ഫ്ലോർ ക്ലീനിങ് അല്ല, ഫ്ലോർ എങ്ങനെ ക്ലീൻ ചെയ്യണം പഠിപ്പിച്ചോ. സാറേ സ്വന്തം വീടാണെന്ന് കരുതി വന്നാട്ടെ, സാറിനെ സ്നേഹിക്കും, സ്വന്തം അമ്മയപ്പല്ലേ. തന്നെ അവിടെ ക്ലീനിങ് ഒക്കെ അകത്തുള്ളവര് തന്നെയല്ലേ ചെയ്യുന്നത്? അവിടെ സിസ്റ്റമാറ്റിക് ലൈഫാണ്, ഹോസ്റ്റലിൽ പോലെയാണ്. നിങ്ങൾ ഇത്രയ്ക്ക് സത്യസന്ധനാണോ? അത്രക്ക് സത്യസന്ധനല്ല, എന്നാലും സത്യസന്ധനാണ്. തൽക്കാലം ആരോടും പറയണ്ട. തിരിച്ചു തന്റെ വീട് വല്ലതും ക്ലീൻ ചെയ്തോ? പോയടാ നിന്നെ പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ, ഞങ്ങൾക്കൊക്കെ വേറെ 100 കൂട്ടം തിരക്കാൻ. ഒരു കാര്യമില്ല, അന്ന് നല്ല കുളി എല്ലാം വേണ്ടിയിട്ടേ, നല്ല ആരോഗ്യം മെച്ചപ്പെട്ടു. ഇപ്പൊ എല്ലാം പോയി. നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും. അയ്യോ ഞാൻ പേടിച്ച്. ശശി സാറ് പേടിപ്പിക്കുന്നു, നീ ഒന്ന് പേടിച്ചേ. ഞാൻ ഒരു കാര്യം ചോദിച്ചേ, ഈ ജയിലില് ഇപ്പൊ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മാറ്റിയിടുന്നു. സെക്ഷൻ സംഭവമാണെങ്കില്ല. വിനായകൻ ചോദിച്ച ചോദ്യം ചോദിക്കേണ്ടി വരും. നിങ്ങൾ കാണുന്ന പുരുഷ ശരീരം എല്ലാം പുരുഷനാണോ, സ്ത്രീ ശരീരം എല്ലാം സ്ത്രീയാണോ? താൻ എന്താ ഈ വളഞ്ഞു കൊണ്ടുവരണേ? പറയടോ. ചോദ്യം ആ അവിടെ ജയിലിൽ ആണിനെയും പെണ്ണിനെയും മാറ്റിയിട്ടുകൊണ്ട് സെക്സ് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അവിടെ ഇപ്പൊ ഒരു ബൈ ഓർ ഗേ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഒരാളകത്ത് കയറിയാല് അയാൾക്ക് സെക്സും കിട്ടും. ട്രാൻസ്ജെൻഡർ സ്ത്രീകളുടെ ജയിലിൽ പോയി കിടന്നിട്ട് അവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അവിടെ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായതൊക്കെ ആയിട്ട് കേട്ടിട്ടൊക്കെ ഉണ്ടോ? ഓഹോ, അങ്ങനെ ഒരു സംഭവം നടന്നോ? എന്തിനു പറയുന്നു മോളെ, ഒക്കെ കൂടി ഇവിടുത്തെ സമാധാനം നഷ്ടപ്പെട്ടു. ഈ ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞ ഒരാളുടെ പാരഡൈസ് ആയിരിക്കും. അതെ ഒരു തരത്തിൽ നോക്കിയാൽ. അതെ. എന്താ ഇപ്പൊ ഇതിനൊരു പോംവഴി? അല്ല ശരിയല്ല, ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളുടെ പാരഡൈസ് ആണ് ജയിൽ. അത് ശരി. അല്ല ചിറ്റയാ എങ്ങനെ ഇരിക്കണേ പറഞ്ഞു. നീ എന്നാടാ രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞോണ്ടില്ല. ഈ ചിറ്റയാ ജീവിതം ഇല്ലാതെ വരുമ്പോഴാണ് വികാരം കൂടുന്നത്. എനിക്കാണ് ചിറ്റയാ, എനിക്ക് ആ സമയത്ത് ഈ വികാരേ ഇല്ല. എന്റെ കൈ മെനക്കെടുത്താതെ പറഞ്ഞു. ഞാൻ എല്ലാരും ഒന്നിച്ചാണ് കിടക്കുന്നത്. ഒരു മുറിയിൽ എത്ര പേരാ കിടക്കുന്നത്? 10 പേര്. 10 പേര്. ശശിയേ നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഒരു പാമ്പ് കടി കൂടി പ്രതീക്ഷിച്ചു. ഞാൻ അവിടുത്തെ ആള് ചോദിച്ചു, അവിടെ 2 വർഷമായാലും കിടക്കാം. അപ്പൊ അതിന് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ തോന്നില്ല വന്നപ്പോൾ ഒരേ ഏൽപ്പിക്കാണ്. പക്ഷെ അവിടെ നമ്മളെ പെണ്ണിലെ കാണുന്നില്ല, അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ ചിറ്റയാ ജീവനായം കൊണ്ടാവാം ആ ഫീലിംഗ് ഇല്ലേ, അത് കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്.